ഇന്ന് വൈകുന്നേരം ട്യൂഷൻ സെൻറ്ററിൽ ഞാൻ വരുമ്പോൾ യാദൃശ്ചികമായിട്ടാണ് റെയിൽവേ ഗേറ്റിന് തൊട്ടായി നിന്ന് ലിയോനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ലിയോനെ കണ്ടുമുട്ടപ്പോൾ ലിയോ എൻ്റെ കൂടെ തന്നെ ട്യൂഷൻ സെൻറ്ററിലേക്ക് വരികയാണ് ചെയ്തത്. വന്നു. പിന്നെ ലിയോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോകത്തില്ല. പിന്നെ ട്യൂഷൻ കഴിയുന്നത് വരെ ചിലപ്പം ലിയോ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ നാളെ മാത്സിൻ്റെ എക്സാമാണ്. അപ്പോൾ ശില്പ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ശില്പ ടീച്ചർ മാത്സിൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ടീച്ചർ യാദൃശ്ചികമായിട്ടാണ് ലിയോനെ പെട്ടെന്ന് കണ്ടത്. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞ് ഞാനും ടീച്ചറും കൂടി റെയിൽവേ ഗേറ്റ് വഴി കുളത്തിനടുത്ത് പോയി. കുളത്തിനടുത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സംസാരിക്കുന്നതൊക്കെ ആ സമയത്തൊക്കെ ലിയോ ഞങ്ങളുടെ കൂടെ നിന്നായിരുന്നു. അപ്പോൾ ലിയോ അങ്ങനെ ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചിലവഴിച്ചപ്പോൾ ശില്പ ടീച്ചർ പറഞ്ഞത്, എൻ്റെ കണ്ണനാണെങ്കിൽ ഇപ്പം അവൻ ഓടിക്കളഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ലിയോ ഒരു പാവമായതുകൊണ്ടാണ് ഇത്രയും സമയം എൻ്റെ കൂടെ നിന്നതെന്നാണ്.